Good morning, everyone. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Okay. Yeah. ഓരോരുത്തരുടെ ജോയിൻ ചെയ്യുന്നുള്ളൂ. Yeah. So, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? How are you all? Yes, I am fine. എന്തോ? Yes, I am fine. Oh, I'm fine. Yeah. Okay. ക്ലാസ്സിൽ ഇത്രയും സ്ട്രെങ്തേ ഉള്ളോ? സ്റ്റുഡൻസ് ഇത്രയേ ഉള്ളോ? ആണോ? അല്ല 22 ഒക്കെ ഉണ്ടായിരുന്നു. Okay. Yeah. വന്നിരിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Okay. Yeah. First of all, I introduce myself. I'm Ashwati, your English teacher. Okay. കേൾക്കുന്നുണ്ടോ? എല്ലാവരും ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ടീച്ചർ ആണെന്ന് ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ടെൻഷൻ. സോ അത് ക്ലാസ്സിൽ വേണ്ട. ഓക്കെ. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നിന്ന് ഇന്ററാക്ട് ചെയ്യാ, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാ, അത്രയൊക്കെ ഉള്ളൂ. കൂളായിട്ടിരിക്കുക. ഓക്കെ. അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? റെഡി ആണല്ലോ അവര്? So, let's introduce yourself. Okay. And you are comfortable language, English or can okay. English ആകാം, മലയാളം ആകാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. കംഫർട്ടബിൾ ആണ്, ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് ഫസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അതെ അതെ. ആണ്. എല്ലാരും കംഫർട്ടബിൾ ആണ്. Okay. Very good. So, ആരാ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? നമുക്ക് അറിയില്ല. അസീന. I am Asina from Idiki. BSc കോളേജ് കഴിഞ്ഞാണ്, ഡിഗ്രി കഴിഞ്ഞാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷ്? എങ്ങനെയാണ് ഇംഗ്ലീഷിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ഒഴുക്കോടെ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിക്കണം എന്നാലേ. ഓക്കെ. എങ്ങനെയാ ഗ്രാമറൊക്കെ എങ്ങനെയാണ്? ഓക്കെ ആണോ? കുറച്ചൊക്കെ മക്കൾ പഠിപ്പിക്കുന്നോണ്ട് പഠിപ്പിക്കുന്നോണ്ട് കുറെയൊക്കെ പറയാം എല്ലാവർക്കും. പിന്നെ എന്താണ് ഇംഗ്ലീഷ് കേൾക്കുമ്പോ പേടിയാണോ? സംസാരിക്കുമ്പോ എന്താണ് സ്റ്റക്കാണോ? സ്റ്റക്കാവും. ഒരു പേടി, ഒരു വിറയലൊക്കെ പോലെ. ഇംഗ്ലീഷ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് വരും? ടെൻഷൻ വരും അല്ലെ? ഓക്കെ. അപ്പൊ ഗ്രാമർ കുഴപ്പമൊന്നുമില്ല, ടെൻഷനാണ് മെയിൻ. അതെ. ഞങ്ങളുടെ എല്ലാം ടെൻഷനാണ്. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാവർക്കും ഇപ്പൊ പറയുന്ന സാധനമുണ്ട്, ടെൻഷൻ അല്ലെ? പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് എല്ലാവരും പറയുന്ന കോമൺ ഒരു കാര്യമാണ് ടെൻഷൻ. സംസാരിക്കുമ്പോ ഗ്രാമർ പക്ഷേ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? തെറ്റ് പൊട്ടത്തെറ്റാണോ പറയണ? അത് നമ്മൾ അത്രയും കോൺഫിഡന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയില്ല നമ്മൾ പറയുന്ന സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. അറിയില്ലെങ്കിൽ കോൺഫിഡന്റ് അല്ല. അതുകൊണ്ടാണ് കോൺഫിഡന്റ് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും സംസാരിക്കും. അതാണ് പ്രോബ്ലം. ഓക്കെ. അപ്പോ അസീന എത്ര ഇയർ ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ട്. 37 years ആണ്. എല്ലാവരും ഓക്കെ. സോറി, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എല്ലാവരും കോഴ്സ് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴാണ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഏകദേശം അറിയാം. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. ഓക്കെ.
അസീന പരിചയപ്പെട്ടു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. Hi, ma'am. Hi. I am Rasia from Thiruvananthapuram. Okay. I studied BA Economics in 2010. I am now 35 years old. I have 3 kids. My elder son is in 9th standard. Second daughter 7th. And third one 1st standard. Okay. Then what about your English? Tell me about that. ഇംഗ്ലീഷ് ടെൻഷനാണ്. പിന്നെ എന്താ പറയാ, ഞാൻ തന്നെയാണ് എൻ്റെ മക്കളെ ടീച്ച് ചെയ്യുന്ന. പിന്നെ എന്തൊക്കെയോ അറിയാം, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. പുറത്തെടുക്കണം അപ്പൊ. ഓക്കെ, ഗ്രാമർ ഒക്കെ എങ്ങനെയാ? ഗ്രാമർ ഓക്കെ ആണ്, എന്നാലും നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ അറിയണ്ടല്ലോ. Okay, yeah, clear. Okay, Rasia. Yeah, clear. Okay, then who is next? Hello, ma'am. Good morning. Hello. Hello, ma'am. Good morning. My name is Fatima. I am from Ernakulam, Perumbavam. I have 2 kids. Then I complete +2 and just join BA Psychology. ടെൻഷൻ അടിക്കുന്നേ? എന്താ എന്തിനാ ടെൻഷൻ അടിക്കുന്നേന്ന്? ഓക്കെ, ഇംഗ്ലീഷിനെ പറ്റി പറയൂ. എന്താണ് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോ എന്താ? കുഴപ്പമില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയുന്ന സബ്ജക്റ്റ്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കിട്ടില്ല. സംസാരിക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്. ടോക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ല സബ്ജക്റ്റിൽ. അതാണ്. നല്ല അറിയാം ഇംഗ്ലീഷ്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് ഇല്ല. lack of confidence, then tension, അല്ലേ? ഓക്കെ, കേട്ടോ, എല്ലാവരും ഈ കോമൺ പ്രോബ്ലം തന്നെയായിരിക്കും. കേൾക്കും, ഓരോരുത്തരും പറയും. ഓക്കെ, then Niana. Good morning, ma'am. Yeah, പറയൂ, സജിന. My name is Sajina. I'm from Alva. I'm graduated in Hindi. I have 2 kids. That's all. What about English? ഇംഗ്ലീഷിനെ കുറിച്ച് അറിയണം. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവും, വായിക്കുമ്പോൾ മനസ്സിലാവും. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ സജിന, then next ആരാ? ഫിയ. My name is Tessie Lawrence. ഫിയ മോളുടെ പേരാണ്. I am living ചേർപ്പ്, തൃശ്ശൂർ ചേർപ്പ്. I am graduate and BSc. I have 3 children. First one is 7th standard. ഇംഗ്ലീഷിൽ വളരെ വീക്കാണ്. ചെറിയ ഗ്രാമർ കുട്ടികളെ പഠിപ്പിച്ചതിന് കാരണം ചെറിയ ഗ്രാമറൊക്കെ അറിയാം, പക്ഷെ സംസാരിക്കാനായിട്ട് കോൺഫിഡൻസ് ലെവല് കുറവാണ്. ഇംഗ്ലീഷ് വായിക്കാനറിയാം, ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. ക്ലിയർ ആക്കാം നമുക്ക്. ഓക്കെ, then Sarah, who's next? എന്റെ പേര് രേണു. Okay, Renu, I studied
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മലയാളം. മലയാളമാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഡിഗ്രി ഇംഗ്ലീഷ് ആയിരുന്നു. സംസാരിക്കാൻ പ്രശ്നമുണ്ട്, വായിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രിയിൽ ചെയ്തത്. പിന്നെ ഇംഗ്ലീഷിൽ ഇത് കാരണം പിന്നെ ഞാൻ മലയാളം എടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു. എല്ലാവർക്കും വായിക്കാൻ അറിയാം, എഴുതാനും കുറച്ചൊക്കെ അറിയാം അല്ലെ? കറക്റ്റ് ഗ്രാമർ അല്ലെങ്കിൽ പോലും തട്ടിമുട്ടൊക്കെ എഴുതി പോകും. കേട്ടാലും മനസ്സിലാവും, വായിക്കാനും അറിയാം. സംസാരിക്കാൻ പ്രശ്നമാണ്. ഓക്കെ രേണു. Then ഇനി നെക്സ്റ്റ് ആരാ? Good morning, ma'am. Good morning, ma'am. I am Lovely Digol. I am 48 years old. I have 2 children and a grandchild also. I am so poor in English, but I want to study more. Okay. Confident ആയിട്ട് സംസാരിക്കുന്നുണ്ട്. Thank you, Okay. Improve. Okay. Then Hello, good morning, ma'am. Hello. I am Honey. I am from Ernakulam. I have 2 kids. I completed my BCom in computer application. okay. Then what about English? കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാനേ ഉള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഗ്രാമർ ഒക്കെ എങ്ങനെയാ? സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന അർത്ഥം ഗ്രാമർ അത്ര അറിയില്ല. പൊതുവെ എല്ലാവരും ഗ്രാമർ അറിയില്ല. ഇതാണ് കാര്യം. Okay, honey. Okay, ma'am. Good morning, ma'am. Morning. I'm Arya. I'm from Kottayam. I'm 25 years old. I'm studying plastic engineering. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അത്രയില്ല. പൊതുവെ മലയാളികൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. അത്യാവശ്യം കേട്ടാലും മനസ്സിലാവും, പക്ഷെ പറയാൻ ഗ്രാമറിന് പറയാനാണ് മടി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. Hi, ma'am. Hi. My name Mariamma from Kasaragod. Qualification 10th. Okay. ഇംഗ്ലീഷ് ആണ് പ്രോബ്ലം അല്ലേ? ഇംഗ്ലീഷ് പ്രോബ്ലം. ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയാം, പിന്നെ സംസാരിക്കാൻ അറിയാല. പിന്നെ ഞാൻ പഠിച്ചത് കന്നഡ മീഡിയം സ്കൂളിലാണ്. കേൾക്കാൻ നല്ല രസം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? Morning, ma'am. My name is Rachel. I'm from Palakkad, Mannarkad. My qualification is SSLC. വായിക്കാനും കേൾക്കുന്ന പറയുന്ന മനസ്സിലൊക്കെ ആവും, പക്ഷെ തിരിച്ചങ്ങോട്ട് പറയാൻ ഒരു Hi, ma'am. I am Sheena. ഞാൻ 10th പാസ്. എനിക്ക് ഇത്ര അറിയുള്ളൂ, അതിൽ കൂടുതൽ ഇംഗ്ലീഷ് പറയാനൊന്നും എനിക്കറിയില്ല. പറഞ്ഞോളൂ ഷീന. ഷീന പോയോ? ഇല്ല, പോയിട്ടില്ല. പറയൂ, എന്തോ പറയാൻ വന്നല്ലോ. ഇല്ല ഷീന, ടെൻഷൻ ഉണ്ടോ? സംസാരിക്കാൻ ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തില്. പക്ഷെ ഇംഗ്ലീഷ് ഫെയിലായി, അതോട് +2 നിർത്തി, അതോടുകൂടി പഠിത്തം നിർത്തി. പിന്നെ പഠിച്ചില്ല. ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് പഠിക്കാൻ നോക്കുന്നത്.
നമുക്ക് ഹസ്ബൻഡിനോട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ മിഷ, കുറെ പേരായല്ലോ. മിഷ Good morning, ma'am. I am Isha Prashant from Thrissur, Mala. I have studied BCom and Tally. ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. ഗ്രാമർ പഠിപ്പിച്ചിരുന്നു. ഞാൻ ട്യൂഷൻ എടുക്കണ്ടായിരുന്നു പിള്ളേർക്ക്, പക്ഷെ മാത്സ് ആയിരുന്നു. CBSE കുറച്ച് എടുക്കുമായിരുന്നു, മാത്സ് ആയിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് പറയാനൊക്കെ കുറച്ച് വീക്കാണ്, അല്ലാണ്ട് എഴുതാനും വായിക്കാനൊക്കെ കുഴപ്പമില്ല. പേരെന്തായിരുന്നു? ഹലോ, പേരെന്തായിരുന്നു? മിഷ എന്നാണ് പ്രൊഫൈൽ നെയിം ട്ടോ. പേര് എന്നിട്ട് പറയാമോ? Okay. Then who is next? Good morning, ma'am. My name is Soumya Tommy. I come from Munamba. My qualification 10th class. English വായിക്കാനും എഴുതാനും നമുക്ക് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. Thank you, ma'am. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് സംസാരിക്കാം. ഓക്കെ, യാ. Then Hello, good morning, ma'am. Good morning, ma'am. yeah, Jidin DK ആണ് പ്രൊഫൈൽ. അതെ. My name is Sneha. I'm from Kannur, and I have completed my graduation in SN College, BA English Literature, and I have 2 children. Elder one is a girl; she is in LKG, and the younger one is 3.5-year-old. അപ്പൊ ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിയാം. I know. Okay. Yeah, grammar okay അല്ലേ? But I want to learn more. Yeah. Okay. നോക്കാം. Grammar okay അല്ലേ? I know that. അപ്പോ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് കേട്ടോ. Okay. Then next ആരാ? ഞാനുല കഴിഞ്ഞോ? യാ പറഞ്ഞോളൂ, കേൾക്കാം. ശ്രീഹരി. Family from Pathanamthitta Padiyur. My qualification is certificate. My house is elder one is 9th standard, younger one is 6th standard. ഓക്കെ, പറഞ്ഞതൊന്നും ക്ലിയർ അല്ല കേട്ടോ, വോയിസ് ക്ലിയർ അല്ല. I think there is range issue. Okay, clear അല്ല കേട്ടോ, sorry. Okay, then next ആരാ? Good morning, ma'am. Yeah. Morning. Adira, പറയൂ. Myself Adira, and I have completed BSc Psychology in St. Peter's College, Banjari, and I am from Chattanooga, Ernakulam district, and I have child 2.5 years old. And in my English speaking to others, I have faced some difficulties, and I can write and read. Grammar side, I am very poor. Okay, yeah, grammar side ആണ്. Okay. Thank you, ma'am. Yeah. Okay, what's next? Hi. Yeah, hi. Hello. Hi, ma'am. Yeah, പറയൂ ഉഷ. ഉഷ. ഞാൻ 10th പാസ്സായിട്ടുണ്ട്.
പ്ലസ് വണ്ണിൽ പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ആവുന്നു ഭയങ്കര ടഫാണ്. പിന്നെ പഠിച്ചില്ല. ഇംഗ്ലീഷ് പേടി കാരണം പഠിച്ചില്ല. ഓക്കെ. എന്റെ അമ്മ അങ്ങനെയായിരുന്നു. ഇത് കേൾക്കുമ്പോ ശരി വരും. എന്റെ അമ്മ ഇംഗ്ലീഷ് പേടിച്ച് പിന്നെ പഠിച്ചില്ല. ഓക്കെ, നമുക്ക് മാറ്റാം കേട്ടോ. ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാം. ഓക്കെ. Then next ആരാ? Good morning, Hi. ma'am. ഐശ്വര്യ പറയൂ. Hello. Okay, I am Aishwarya from Thrissur and completed post graduation in economics. I have one child, 4 years old. I like English, but my pronunciation is not complicated. Hello. Okay, പറയൂ. Finish. Thank you. Okay, Aishwarya. Then who's next? Who is next എന്ന് ചോദിക്കണ്ട കേട്ടോ. കഴിയുമ്പോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞോ? Good morning, ma'am. മോർണിംഗ്. അഞ്ജിമ. Yes, ma'am. Myself, Anjima. I am from Trivandrum. I completed architecture diploma course. ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്. പിന്നെ ഗ്രാമർ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. Okay, ma'am, grammar ആണ്. thank you. Okay, അഞ്ജിമ, ഗ്രാമർ ആണ് പ്രോബ്ലം. Then next one. Hi, ma'am. My name is Mridula. I'm from Pattinattam, Ernakulam district. I have completed my BCom in Finance and Taxation in 2017. And I have a child in 3 years old. Hello, ma'am. Can you hear me, ma'am? Yeah. Here. Hello, ma'am. Can you hear me? I am Rashmi. രേഷ്മ, വെയിറ്റ് ചെയ്യൂ. മൃദുല ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. ഓക്കെ. Okay, ma'am. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗ്രാമറും ചെറുതായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. ഓക്കെ, ഗ്രാമർ ആണ്. ഇനി നെക്സ്റ്റ് ആരാ? Hello, ma'am. Good morning. Morning. I'm Nasira from Malappuram. I qualified degree B Arabic and Islamic history. 30 years old. I can't speak English fluently because absence in vocabulary and the confusions in grammar and tension to speak others. Okay. Clear. Okay. Then രശ്മി. രശ്മിയാണ്, രശ്മി ആയിരുന്നോ? രശ്മിയാണ് മാം, രശ്മിയാണ്. I am Rashmi. I am from okay. Kollam. Can you hear me, ma'am? I have some range issues. Yeah, okay, clear ആണ്, പറയൂ. I am from Kollam, ma'am. I am a degree holder in BSc Botany. And after that, I was not able to complete my post graduation. After 11 years, after I am coming for a situation to take a job, take my career. I have 2 children, one of 10 years and one of 2.5 years. I want to know that if I complete this class, after that I will get any placement in any schools or not. ഡൗട്ട് ആയിരുന്നോ? ചോദിച്ച ഡൗട്ട് ആണോ? Yes, ma'am. ഡൗട്ട് ഞാൻ പിന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എല്ലാം പറയാം. Okay, ma'am. ഓക്കെ രശ്മി. Then ഇനി നെക്സ്റ്റ് ആരാ?
ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു? കഴിഞ്ഞു മിസ്. Your good name, please. Yeah, I'm Ashwini. Ashwini എന്നാണ് പേര്. Once more. Clear ആവുന്നില്ല. എന്തോ? Clear ആവുന്നില്ല. ഓക്കെ, എന്റെ പേര് അശ്വതി ആണ്. നിങ്ങള് ഇപ്പോ സംസാരിച്ചതിന് ശേഷം നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, ചിലപ്പോൾ കേട്ടെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റനോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചതിന് ശേഷം അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിരിക്കും, എല്ലാവരും ക്ലിയർ ആയിരിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഞാൻ ഓൾമോട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും, പക്ഷെ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അതിനുശേഷം അപ്പോൾ തന്നെ ഇത് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ കാര്യം മറക്കരുത് കേട്ടോ, എല്ലാ ക്ലാസ്സിലും ഇത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ മൊത്തം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ, ഇനി മറക്കരുത്, ഇംഗ്ലീഷ് ടീച്ചറാണ് അശ്വതി. ഓക്കെ, യെസ്. അപ്പോ ഇംഗ്ലീഷ് ആണ് എല്ലാവർക്കും പ്രോബ്ലം. ഇംഗ്ലീഷ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിനു വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മാത്രമേ ഉള്ളൂ? എന്തോ പറയാമെന്നല്ലോ, ചെയ്തിട്ടുണ്ട്. കുറച്ചിടക്ക് ചെയ്തിട്ടുണ്ടാവാം, കുറച്ചിടക്ക ആഗ്രഹം മാത്രം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പൊതുവെ അങ്ങനെയാണ്, ആഗ്രഹം കൊണ്ട് ഉള്ളിൽ വെക്കുക. എങ്കിലും സംസാരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. സോ ക്ലാസ്സിൽ ഇംഗ്ലീഷ് കമ്പൽസറി അല്ല കേട്ടോ, ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം, ചോദിക്കണം എന്ന് നിർബന്ധമേ ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇംഗ്ലീഷിലാവുന്നില്ല, മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഇപ്പോ അല്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ. ആ ടൈമിൽ നമുക്ക് ടോപ്പിക് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഫുൾ ഇംഗ്ലീഷ് ഒന്നും അല്ല. കാരണം ഫുൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതിനും കൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്, നമ്മൾ അവരെയാണ് നമ്മൾ കൂടുതലും എന്താണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നന്നായിട്ട് കാരണം അവര് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹത്തോട് കൂടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതാണ്. ആ ടൈം ഞാനിവിടെ നിന്ന് ഫുൾ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം ഓൾറെഡി അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ടെൻഷനാണ്, ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഒരു ഉപകാരം പോലും ഉണ്ടാവില്ല, അല്ലെ? യൂസ്ഫുൾ ആയിരിക്കില്ല. സോ മാക്സിമം ക്ലാസ് മലയാളത്തിലായിരിക്കും പോവാ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എത്രത്തോളം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കും ക്ലാസ് എടുക്കാം. ഓക്കെ, ഇനി മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, ക്ലാസ് മനസ്സിലാകുന്നില്ല, സ്പീഡ് കൂടുന്നുണ്ട്, എന്താണെങ്കിലും എന്ത് ഇഷ്യൂസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ പറയാം, ഓപ്പൺ ആയിട്ട് എന്നോട് പിന്നെ പറയാം. ഒന്നും വിചാരിക്കരുത്, അയ്യോ മിസ്സിന് എന്ത് വിചാരിക്കും എന്നൊരു തോട്ട് വേണ്ട. ഓക്കെ, ഞാനൊന്നും വിചാരിക്കും, എന്തും പറയാം. ഓക്കെ, എന്ത് ഡൗട്ട് ആണെങ്കിലും അത് 1, 2, 3 എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞാൽ, ക്ലിയർ ആയില്ലെങ്കിലും എന്താണെങ്കിലും പറഞ്ഞത്. അപ്പോ ഡൗട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണ്, ഗ്രാമർ ആണ് കേട്ടോ എടുക്കുന്നത്. അത് ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഗ്രാമർ ആണ്, മോണ്ടിസോറി ആണ്, ബേസിക് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് ഡെവലപ്പിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഗ്രാമർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, ഗ്രാമർ ആണ്. എന്തായാലും ഡൗട്ട് വരും, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. കാരണം ഇന്നെടുത്ത പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ക്ലാസ് മുതലും മനസ്സിലാവില്ല. മനസ്സിലായോ? എല്ലാം കണക്റ്റഡ് ആണ്. ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ് എല്ലാ ഗ്രാമറും മനസ്സിലാവും. അല്ലാതെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊക്കെ മനസ്സിലായില്ല, ഓക്കെ അത് ചോദിക്കണ്ട, എന്നാലും വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. കാരണം ഫസ്റ്റ് പോർഷൻ മനസ്സിലായാൽ മാത്രമേ സെക്കൻഡ് പോർഷൻ ക്ലിയർ ആകൂ. ഓക്കെ, അതുകൊണ്ട് ഓരോ ചാപ്റ്ററും കണക്റ്റഡ് ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു പോവാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ്. സോ മോണ്ടിസോറി ഇപ്പൊ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്ന ഗ്രാമർ ആണ്. ഗ്രാമർ പഠിച്ച് കുറെ കഴിഞ്ഞ് സംസാരിക്കാൻ പറയും. ഓക്കെ, സോ ആ കിട്ടുന്ന ചാൻസ്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവർ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കൂ.
ഓക്കെ, അല്ലാതെ ഞാൻ സംസാരിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് എങ്ങനെയെങ്കിലും മ്യൂട്ടാക്കി വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്ലൂവൻ്റായിട്ട് സംസാരിക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് കിട്ടുന്ന ചാൻസ്, അതായത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലായ്മ അത് മിക്കവർക്കും ഉണ്ട്. അത് കോഴ്സോട് കൂടി ഞാൻ മാറ്റി തരാം കേട്ടോ. ഓക്കെ, അത് കോൺഫിഡൻസ് ഇല്ല ഞാൻ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ പറയില്ല, അത് ഗ്യാരണ്ടിയാണ്. ഇതെല്ലാം ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യുക, മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക. ക്ലാസ് നല്ല ആക്റ്റീവായിട്ട് കൊണ്ടുപോകാം. ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നരുത്. ഓക്കെ, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് ആ രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ ഞാൻ വെറുതെ വന്നിരുന്ന് തിയറി പഠിപ്പിക്കുന്ന പോലെ ആകും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അറിയാലോ, ഇംഗ്ലീഷ് ഗ്രാമർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക് അല്ലല്ലോ ഈ ഗ്രാമർ, അല്ലേ? പൊതുവെ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, പഠിക്കാൻ തന്നെ മടിയായിരുന്നു. ഓക്കെ, അപ്പൊ അതേപോലെ ഒരിക്കലും ക്ലാസ് എങ്ങനെ എപ്പോഴെങ്കിലും സാഹചര്യത്തിൽ ഇംഗ്ലീഷ് ടീച്ചർ ആവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും ബോറടിക്കാതെ ക്ലാസ് എടുക്കണം എന്നൊരു ആഗ്രഹം. സോ അതുകൊണ്ട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം. ഞാൻ സീരിയസ് ഒന്നും അല്ല കേട്ടോ, സീരിയസ് അല്ല, സ്ട്രിക്റ്റ് അല്ല, ഫ്രണ്ട്ലി ആണ്. മാക്സിമം നിങ്ങൾക്ക് എന്തും സംസാരിക്കാം, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പോകാം, സംസാരത്തിലൂടെ ക്ലാസ് എടുത്ത് പോവാം. ഓക്കെ ആണോ? കംഫർട്ടബിൾ ആയോ ക്ലാസ്? ഓക്കെ ആണോ? ഓക്കെയാണ്. ഇംഗ്ലീഷ് ടീച്ചറായിട്ട് കംഫർട്ടബിൾ ആയോ? കംഫർട്ടബിൾ ആയി മാം. മ്യൂട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇമോജീസ് മാത്രമല്ല കേട്ടോ, സംസാരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആണ്, ക്ലാസ് ഇന്ററാക്ഷനിലൂടെയാണ് പോവുക. അതുകൊണ്ട് എന്താണെങ്കിലും പറയാം. ഓക്കെ ഓക്കെ. അപ്പോ ഇതുവരെ ക്ലാസ് എടുത്തതില്, അതായത് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി ക്ലാസ് നിർത്തുന്നില്ല കേട്ടോ. ഇനിയിപ്പോ പറയാനുള്ളത് എന്താണ്, നമ്മള് ഫസ്റ്റ് തുടങ്ങി ഒരു ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ എങ്ങനെയാണോ അവർക്ക് എങ്ങനെയാണോ നമ്മൾ ക്ലാസ് എടുക്കാം. ഗ്രാമർ അറിയാൻ ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്നില്ല. അത് അതിന്റെ റീസൺ ആദ്യം കണ്ടുപിടിക്കുക. ഗ്രാമർ അറിയാം, ഓക്കെ, ഗ്രാമർ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, നമുക്ക് വൊക്കാബുലറി വേണ്ടേ, ഓരോ വേർഡ്സും ഇംഗ്ലീഷിൽ അറിയണ്ടേ എന്താണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കണമെങ്കിൽ പെട്ടെന്ന് വരില്ല. നമ്മൾ മലയാളം പഠിച്ച് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൊതുവെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല, കാരണം നമ്മൾ കുഞ്ഞിലെ മുതൽ അറിയാണ്ട് പഠിച്ചു വന്ന ലാംഗ്വേജ് ആണ് ഈ മലയാളം. ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾക്ക് കറക്റ്റ് നമ്മള് എന്താണ് ആ ഒരു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് മലയാളമൊക്കെ. എല്ലാവർക്കും മക്കളുണ്ടല്ലോ, മക്കൾ എങ്ങനെയാണ് സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോ നമ്മുടെ കാര്യം ഓക്കെ അറിയില്ല, പക്ഷെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് സംസാരിച്ചത് നമുക്ക് അറിയാലോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിച്ച് പഠിച്ച് വരാം. അതും പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഒരുപാട് ഗ്രാമർ എല്ലാം പഠിച്ചു, എല്ലാ ഗ്രാമറും അറിയാം, വൊക്കാബുലറി എല്ലാം കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ, നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? എല്ലാം പഠിച്ച് എല്ലാ തിയറീസും നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. പിന്നത്തെ ഒരു പേടി എന്താണെന്നറിയോ? അയ്യോ എങ്ങനെ സംസാരിക്കും, ഞാൻ സംസാരിച്ചാലേ അവരെന്ത് വിചാരിക്കും, ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എങ്ങും എത്തില്ല. അത് ആദ്യം മനസ്സിലാക്കും കേട്ടോ. എല്ലാവർക്കും ഉള്ളതാണ്, പ്രത്യേകിച്ച് വുമൻസിനും ഉള്ളൊരു കാര്യമാണ്. അയ്യോ അവൻ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരങ്ങനെ പറയോ ഇവരിങ്ങനെ പറയോ എന്നൊക്കെ ചോദിച്ചാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും. ശരിയല്ലേ? പൊതുവെ അങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ്, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം ആ ഒരു തോട്ട് മാറ്റി വെക്കുക. അങ്ങനെ ആരും ഇപ്പൊ ചിന്തിച്ചാലും നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, മറ്റുള്ളവരെ ചിന്ത നമുക്ക് മാറ്റാനും പറ്റില്ല, ഒരിക്കലും നന്നാവും ഇല്ല, നമ്മൾ നന്നാക്കാൻ പോകാൻ വേണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം.
നമ്മൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത്, നമുക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്തു. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിച്ചു, അയാൾ കളിയാക്കുന്നുള്ളൊരു പേടി കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് ആ കളിയാക്കൽ ആക്സെപ്റ്റ് ചെയ്യാം. അവൻ കളിയാക്കിക്കോട്ടെ, എന്നാൽ ഞാൻ സംസാരിക്കും. കുറച്ച് നാളെ അവൻ കളിയാക്കും. അത് കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? ഇത്രയും നന്നായിട്ടെങ്കിലും സംസാരിക്കുമെന്ന് ചോദിക്കും. മനസ്സിലായോ? ആദ്യമേ ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല. അല്ല, ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് കാര്യവുമില്ല. കുറെയൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണം. ഓക്കെ, എന്നാലൊക്കെയാണ് ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിൽ പോലും. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്ന മലയാളം പോലും ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് പൊതുവെ അയ്യോ ഇനി അവരോട് എങ്ങനെ സംസാരിക്കാൻ നമുക്ക് തോന്നും. അത് ഓരോരുത്തരും മൈൻഡാണ് കേട്ടോ. നമ്മൾ നമ്മുടെ മൈൻഡിൽ മാറ്റാം. ഓക്കെ, അതോടുകൂടി നമുക്ക് ഏതൊരു ലാംഗ്വേജും ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയാണത്. നമ്മള് ഇപ്പോ ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോയി ഒറ്റക്ക് പോയെന്ന് വിചാരിക്കും, നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ നമുക്ക്? ആകെ അറിയാവുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. സോ നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ പറഞ്ഞേക്കും. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആൾക്കാരെ കളിയാക്കില്ല നമുക്ക് ഉറപ്പാണ്. എന്നാലും അറിയാം നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പൊട്ടത്തരാണെന്ന് അറിയാം, എന്നാൽ നമ്മൾ സംസാരിക്കും. കാരണം എന്താ? നമുക്ക് കാര്യം കൺവേ ചെയ്യണം അല്ലേ? പക്ഷെ നമ്മൾ നാട്ടിൽ ചെയ്യില്ല തോന്നും. ഒരു മുഖത്തൊക്കെ കളിയാക്കുമല്ലോ, അതുകൊണ്ട് മനസ്സിലായോ? പക്ഷെ കളിയാക്കിക്കോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യൂ. കളിയാക്കാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിക്കും. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിണ്ടല്ലോ, ഓക്കെ, ഏത് ലാംഗ്വേജ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് മുതൽ ചേഞ്ച് ആവും നോക്കാം കേട്ടോ. കോഴ്സിൽ ചേർന്നില്ലേ, ഇന്ന് നമുക്ക് ചേഞ്ച് ആവും. സ്പീക്ക് വെരി ഗുഡ്. ഓക്കെ, സംസാരിക്കുക. കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തോന്നണം, സ്വയം മാറാം. ചേഞ്ച് യുവർ സെൽഫ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഉപദേശിക്കാൻ ആർക്കും പറ്റുന്ന കാര്യമുണ്ടോ? ഉപദേശിച്ചു പോലെ ഇപ്പൊ എനിക്ക് എന്റെ ഈ ക്ലാസ് കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ എന്റെ എക്സ്പീരിയൻസ് എന്നാവാം. മോസ്റ്റ്ലി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ എക്സ്പീരിയൻസ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. സോ ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടും പോയി ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ ഓക്കെ മിസ് സമ്മതിച്ചു, ഞാൻ മാറാം എന്നൊക്കെ പറയും. പിറ്റേ ദിവസം നിങ്ങൾ പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? പറയുന്ന കാര്യം എന്താണെന്ന് ആദ്യം ചിന്തിക്കുക, മനസ്സിരുത്തി ആലോചിക്കുക, എന്നിട്ട് മാറാൻ നോക്കുക. ഓക്കെ, നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് ഞാൻ. എനിക്കും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഞാൻ ഒരുപാട് ഷൈ ആയിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് എനിക്ക് ഏറ്റവും പേടിയുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം മാറിയതാണ്. ഓക്കെ, ഒരുപാട് പേര് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, അന്നൊന്നും മാറിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സോ മാറേണ്ടി വന്നു, മാറി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോ ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ മാറാൻ നോക്കാം. നമ്മുടെ പോരായ്മകൾ നമുക്ക് മാത്രമേ അറിയൂ. ശരിയല്ലേ? നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്, എല്ലാം അറിയാം. പക്ഷെ സ്വയം അങ്ങനെ എനിക്ക് പറ്റില്ല, എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉണ്ട്. എന്തും പറ്റും, വിചാരിച്ചാല് എന്തും നടക്കും. വിചാരിക്കണം. ശരിയല്ലേ? ബോറടിക്കുന്നുണ്ടാ ഞാൻ പറയുന്നത്? അല്ലെങ്കിൽ റിലേറ്റബിൾ ആണോ? ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. ഇപ്പൊ പറയുന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് മാം. ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? ശരിയാണോ? Yes, you are right. Yes, you are right. Yes, ma'am. Yeah, അപ്പൊ ഇന്ന് മുതൽ എന്താണ് തീരുമാനം? അതിന് കേൾക്കണം, അറിയണം. We are trying to speak English, ma'am. Hello? We are trying to speak English. We will try our best, ma'am. Oh. I will try your best. Yeah. You will try. Then ചെയ്തേ പറ്റൂ. ഞാൻ അങ്ങോട്ട് ചെയ്യാം. Okay. Yeah. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ കുറച്ചെങ്കിലും ഇംഗ്ലീഷിനോട് പേടി കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ?
Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, yeah, very good. So ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. റെഡി ആണോ? Yes, we are ready. Ready, ready. റെഡിയാണ്. ഓക്കെ. ദെൻ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാണ്, ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാല് ഭയങ്കര ബോറിംഗ് ആണ്. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ഭയങ്കര ബോർഡ് ക്ലാസ് ആണ്. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ബോറടിക്കും. കാരണം ഇതേപോലെ കുറെ സംസാരങ്ങളായിരിക്കും. അപ്പൊ കേൾക്കാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. നമ്മള് പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയായിരിക്കും നമുക്ക് റെക്കോർഡ് ക്ലാസ് എടുക്കാം അല്ലെ. പക്ഷെ കുറച്ച് ബോറിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഫോർവേഡ് ചെയ്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിനെ കുറച്ചുകൂടി നല്ലത്. കാരണം ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. റെക്കോർഡ് ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാലോ എന്നൊരു തോട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടു നോക്കും, എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് പിന്നെ? എങ്ങനെയാണ്? ഓക്കെ ആണോ? ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണാവോ? കേട്ടാ കൊള്ളാം. You are very smart, ma'am. Your smile is very beautiful, ma'am. അയ്യോ, താങ്ക് യു. കേക്കട്ടെ. കഴിഞ്ഞോ? അത്രയുള്ള എന്നെ കുറിച്ച് പറയാനായിട്ട് കഷ്ടം. Okay, ma'am, you are very inspiration. Motivated me. കേട്ടില്ല. മിസ് ഫ്രണ്ട്ലി ആണ്, കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്നു, ഫ്രണ്ട്ലി മൈൻഡ് ഉണ്ട് എല്ലാം. ഈ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലേ മിസ്? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? ഇത് മിസ് എടുത്തതായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ചുമ്മാ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാ കയറിയത്, അപ്പൊ ഞാൻ എടുത്തത്. ആണോ? ഇത് ക്ലാസ് ഉണ്ടായില്ലോ. ഫാത്തിമ എന്നല്ലേ പേര്? ക്ലാസ് എടുത്തില്ല. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ. പ്രധാനം പറഞ്ഞു. ഓക്കെ, അപ്പം ഓക്കെ ആണ്. അപ്പൊ ടീച്ചർ ആക്സെപ്റ്റ് ചെയ്തു അല്ലേ? Accept ചെയ്തു. Best, ma'am. എന്തോ? Ma'am, you are speak very nice. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. എനിക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? ഒരാൾ പറയോ ഫസ്റ്റ്? You are a good motivator. Okay. Ma'am, you are speak very nice. I like it. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ കേൾക്കാൻ നല്ല രസം കേട്ടോ. കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ക്ലാസ് ടൈം രാത്രി എപ്പോഴെങ്കിലും പകൽ സമയത്ത് ദിവസം ഈ സമയത്ത് കേറാൻ പറ്റൂല, അതാണ് ചോദിച്ചത്. ആണോ? ക്ലാസ്സിൽ കയറാൻ പറ്റില്ല? എല്ലാ ദിവസവും പറ്റൂല. അപ്പൊ രാത്രിയാണെങ്കിൽ പറ്റിയില്ല. റെക്കോർഡ് ക്ലാസ് എന്ന് ഞാൻ കേട്ടായിരുന്നു മെനിങ്ങാനത്ത്. അപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ബോറിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷനും ഒന്നും മനസ്സിലാകത്തില്ല, പിന്നെ കേൾക്കാനേ തോന്നിയില്ല. ഇംഗ്ലീഷ് തന്നെ പറയുന്നുണ്ട്, മഹാബോറായിരിക്കും. ഇംഗ്ലീഷ് ക്ലാസ് വരുന്നത് ഇപ്പോ ആണോ? വെനസ്ഡേ ആണ്. വെനസ്ഡേ 10:30 to 11:30 ആണ്. ഓക്കെ, മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കാം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഓൺലൈൻ കയറി എന്നോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലാസ് ടൈം അപ്പൊ ഇത് തന്നെ ആയിരിക്കും? എന്തോ ടൈം അപ്പൊ ഇത് തന്നെ ആയിരിക്കുമല്ലേ ക്ലാസ്? അതെ, ക്ലാസ് ടൈം ഇതാണ് കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടോ ആർക്കെങ്കിലും? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ടീച്ചറെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നത് ആണോ? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, ഇനി ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഫുൾ ഇംഗ്ലീഷിലായിരിക്കോ സംസാരിക്കണേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോ
വെരി കൂൾ. എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടെ ഇംഗ്ലീഷിൽ തന്നെ. കുറച്ചും കൂടി കഴിയുമ്പോൾ ശരിയാവായിരിക്കും, ഇംഗ്ലീഷ് വരെയായിരിക്കും. ഏതായാലും ഞങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി, മാമിനെ ഇഷ്ടമായി. അങ്ങനെ പോട്ടെ, ഇനി മാറ്റി പറയരുത് കേട്ടോ. ഓക്കെ, സോ പൊതുവെ എങ്ങനെയാണ്, ഞാനും ഇംഗ്ലീഷ് കുറെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എപ്പോഴും പേടിച്ചാ പോവാ, ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലോ, ഇംഗ്ലീഷ് ആയിരിക്കും, ഇംഗ്ലീഷിൽ കൂടി സംസാരിപ്പിക്കുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഫുള്ള് ക്ലാസ് ഇരിക്കും. അതുകൊണ്ട് എന്താ വലിയ ഉപകാരമുണ്ടോ? ഒന്നുമില്ല. കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്നതോറും നമ്മൾ എടുക്കുന്ന ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണമല്ലോ എന്നായിരിക്കും അടുത്ത ടെൻഷൻ. അപ്പൊ ക്ലാസ് ആ ത്രൂ ഔട്ട് ക്ലാസ് നമ്മുടെ ടെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ ഇംഗ്ലീഷ് എല്ലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ടെൻഷനോടെ എനിക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ എങ്ങനെ ടെൻഷൻ കൊടുക്കുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ടൈമിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇപ്പോ ഇല്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ഈ M4 മാഡ്നസ് അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. എന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. പേരെന്തായിരുന്നു? M4 മാഡ്നസ് ആണ്. എന്റെ മോനിട്ടതാണ്. എന്റെ പേര് ലവ്ലി ഡിഗോൾ എന്നാണ്. ഞാനൊരു ക്യാൻസർ സർവൈവറും കൂടിയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, ഇപ്പൊ സർവൈവ് ചെയ്തു, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ മാം. ഓക്കെ, ഞാൻ സംസാരിക്കുന്നിടയിൽ സംസാരിക്കാനുണ്ട്. സൗണ്ട് എന്നെ കേൾക്കാട്ടോ, റിട്ടേൺ കേൾക്കാം, അതുകൊണ്ടാണേ. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും നിങ്ങളുടെ ഓരോ ലൈഫിൽ ഉണ്ടായ ഓരോ മൊമെന്റ്സും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോ അല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മളെല്ലാം കുറച്ചും കൂടി നമ്മളെ ടീച്ചേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, കംഫർട്ടബിൾ ആയിരിക്കും. സോ അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അതും ഒരു ടീച്ചേഴ്സിന്റെ അടുത്തും വേണ്ട. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. ഇപ്പോ ക്ലാസ്സിൽ ഇരുന്നപ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അതുപോലെ തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ത്രൂ ഔട്ട് ക്ലാസ്. കുറച്ചുകൂടെ നമ്മള് അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെയാണ് ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചും എന്നെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണുണ്ടോ? എന്തെങ്കിലും ഒന്നും പറയാനില്ല? ക്ലാസ് സൈലന്റ് ആവുന്നു. മാം ഹലോ മാം, ഇതിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും ഇംഗ്ലീഷിന്റെ? മോക്ക് ടെസ്റ്റ് നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ചാപ്റ്റർ വൈസ് ആണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. ഇപ്പോ നമുക്ക് ഇന്ന് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങൾ ഓക്കെ, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ കൂടെ മോക്ക് ടെസ്റ്റും കൂടെ അപ്ലോഡ് ചെയ്യും. ഓരോ ഇന്നത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് നാളെ ആയിരിക്കും. അതുപോലെ ഇന്ന് എന്തെങ്കിലും ഞാൻ നോട്ട്സ് ക്ലാസ്സിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുന്നത് ക്ലാസ്സിന്റെ കൂടെ ആയിരിക്കും. അത് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ക്ലാസ്സിന്റെ കൂടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതും ഓരോ ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. മോക്ക് എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യണം മാം? ഓൺലൈനിൽ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണേ? ഓക്കെ, നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, MCQ ക്വസ്റ്റ്യൻ ആണ്, അപ്പോ സിമ്പിൾ ആണല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മോക്ക് ടെസ്റ്റ് വരുന്നത്. പിന്നെ എന്താണ് ക്ലാസ് ടെസ്റ്റ്, എന്തെങ്കിലും ക്ലാസ്സിൽ തരേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ ഞാൻ ക്ലാസ്സിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷിന് നോട്ട്ബുക്ക് വേണം കയ്യില്. ഓക്കെ, കുറച്ച് നോട്ട്സ് ഒക്കെ നമുക്ക് എഴുതാനുണ്ടാകും. ടെക്സ്റ്റും വേണം. ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ കുറച്ച് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യും, ചിലപ്പോൾ എഴുതിയെടുക്കാനും പറയും. സോ നോട്ട്ബുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്നും സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, ഗ്രാമർ ആണ്. സോ ലൈഫ് ലോങ് ഒക്കെ യൂസ്ഫുൾ ആണ്. ആ നോട്ട്സ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഗ്രാമറിന് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ആ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നോട്ട്സ് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ അത് കയ്യിലിരിക്കും. ഓക്കെ, ഇതിന് അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാവോ? അസൈൻമെന്റ് ഇംഗ്ലീഷിന് അങ്ങനെ അസൈൻമെന്റോ കാര്യങ്ങളോ ഇതുവരെയും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ടോപ്പിക് പ്രസന്റേഷൻ അങ്ങനെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ നമ്മളെ കോൺടാക്ട് ചെയ്യോ? ടെക്സ്റ്റ് ബുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യോ? അങ്ങനെയാണ് മേടിക്കാനായിട്ട്. കോണ്ടാക്ട് ചെയ്യും. ഞങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്തോ? എന്നെ കോണ്ടാക്ട് ചെയ്തില്ലതാ. ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം. അപ്പൊ അവരുടെ അടുത്ത് അങ്ങോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കും. കോണ്ടാക്ട് ചെയ്തോളൂ. ടെക്സ്റ്റ് ബുക്ക് കിട്ടി ഫുള്ള്. നേരത്തെ കയറി എടുത്തിട്ട് കൊറിയ കൂടെ കിട്ടിയത്. അവര് QR കോഡ് പേയ്മെന്റ് ചെയ്ത് കൊടുത്തു. ഞാൻ PG കൂടെ ചെയ്യുന്നുണ്ട്. 1850 രൂപ ഫുൾ കൊടുത്തു കഴിഞ്ഞപ്പോ അവര് 7 ദിവസം തൊട്ട് 10 ദിവസത്തിനുള്ളിൽ ടെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കൊറിയർ വഴിയാണ് കിട്ടിയത്. കിട്ടിട്ട് ഇപ്പൊ 2 ദിവസമായി. എത്ര രൂപയാണെന്ന് പറഞ്ഞത്? PG ആണ് അറിയേണ്ടത്. PG 1800. ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കൂട്ടോ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പില്ലേ? അപ്പൊ ഈ ഡിസ്കഷനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വേണം കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സ് ആണ്, പരസ്പരം എല്ലാവരും കണക്റ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇൻആക്റ്റീവ് ആകരുത്. ഓക്കെ, ഒരിക്കലും. അത്രയും നിങ്ങൾ തമ്മിൽ കണക്ഷൻ വേണം. എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക, നന്നായിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടോപ്പിക് പ്രസന്റേഷൻ വരുമ്പോൾ ഓക്കെ ഇതെല്ലാം നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊരു മൈൻഡ് വരും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തും സംസാരിക്കാനാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ സംസാരിക്കാൻ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പൊ ടീച്ചേഴ്സ് ആയിട്ടും നിങ്ങൾ പരസ്പരവും ഫ്രണ്ട്ലി ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ചോദിക്കൂ. ചോദിച്ചോട്ടെ, ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ സെക്ഷൻ അത് എങ്ങനെയാണ് കുറിച്ച്? ടീച്ചിങ് പ്രാക്ടീസിന്റെ സെക്ഷൻ ചിലവര് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരുണ്ട്, അല്ലാതെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോകുന്നവരുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ അടുത്തുള്ള സ്കൂളിൽ എവിടെയെങ്കിലും പോയി ചോദിക്കാം. അപ്പൊ അവരെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ചെയ്ത് നിങ്ങൾ അവിടെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരുപാട് പേര് അങ്ങനെ ജോലി കിട്ടിയവരുണ്ട് കേട്ടോ. അങ്ങനെ ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തവരുണ്ട്. ഓക്കെ, അത് ഇത്ര ഡ്യൂറേഷനിൽ നമ്മൾ ചെയ്യണമെന്നൊക്കെ ഉണ്ടോ? ഇത്ര നാളത്തെ 6 month 1 month അങ്ങനെ ഡ്യൂറേഷൻ പ്രത്യേകം പറയുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് അതൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ ഡൗട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാറിനോട് ചോദിക്കാം കേട്ടോ. സാർ എല്ലാ പറയൂ സജിന. അതെ, വാട്സപ്പ് ഗ്രൂപ്പ് കുറച്ച് പേര് ആഡ് ആയിട്ടുള്ളൂ. ആവാത്തവരൊന്ന് നമ്പർ സെൻഡ് ചെയ്ത് ആഡ് ചെയ്യാമായിരുന്നു. അറിയില്ല ആരൊക്കെ ഉള്ളേന്ന്. മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ നമ്പർ അയച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് നമ്പർ പേരൊന്ന് അയക്കാൻ പറഞ്ഞാൽ മതി. മാം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സജിനയുടെ നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് എല്ലാവരും നിങ്ങളുടെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുക. വാട്സാപ്പിലേക്ക് ആഡ് ആവുന്നതാണ് കേട്ടോ. മാം ഞാൻ രശ്മിയാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാം നമ്മുടെ ഈ പേപ്പർ വാല്യുവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഇത് കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വഴിയാണോ എന്നറിയാൻ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്നത് ആരാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടാകും.
സാറിനോട് നിങ്ങൾ എല്ലാ ഡൗട്ടും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിൽ പോലും എല്ലാ ഡൗട്ടും സാറിനോട് ചോദിക്കുക. സാർ ക്ലിയർ ചെയ്തു കേട്ടോ, എന്താണെങ്കിൽ പോലും. അപ്പൊ രശ്മി ചോദിച്ച യൂണിവേഴ്സിറ്റി കാര്യമാണെങ്കിലോ ടീച്ചിങ് പ്രാക്ടീസ് ആണെങ്കിലോ എന്താണെങ്കിലും സാറിനോട് ചോദിക്കുക. മേ ബി നാളെയോ മറ്റന്നാളോ ഈ അടുത്ത ഏതെങ്കിലും ആഴ്ച ദിവസം എന്തായാലും സാറിന് ക്ലാസ് വരും കേട്ടോ. എന്തുണ്ടെങ്കിലും ചോദിക്കുക, ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കുക, ഒരു ഡൗട്ട് വെച്ചിട്ട് പോകരുത്. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. സാറും ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് എന്തും ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനോ ഉണ്ടോ? ഇല്ല? പിന്നെ ഒരു കാര്യം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു പ്രയർ ഉണ്ട്. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ടീച്ചർ ആരെങ്കിലും? ഇന്നലെ പറഞ്ഞായിരുന്നു. ക്ലാസ്സില് ഫസ്റ്റ് പ്രയർ, ദെൻ ഒരു തോട്ട് ഓഫ് ദി ഡേ പറയണം, ഒരു സൈനിങ് പറയണം കേട്ടോ. ഇത് മാക്സിമം ചെയ്യുന്നത് ക്യാമറ ഓൺ ചെയ്ത് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, മാക്സിമം ക്യാമറ ഓൺ ചെയ്തതിന്റെ ക്ലാസ് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഒരു കോൺഫിഡൻസ് ലെവൽ കൂടാൻ ഏറ്റവും സഹായിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനൊരു പേടി ആദ്യം ഉണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പേടി ക്യാമറ ഓൺ ചെയ്യാന്നാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട്. ടോപ്പിക് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഫേസ് ടു ഫേസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ പ്രെയർ ആണെങ്കിലും തോട്ട് ഓഫ് ദി ഡേ ആണെങ്കിലും സൈലന്റ് ആണെങ്കിലും എന്തെങ്കിലും പ്രസന്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ചോദിക്കും. ഓക്കെ, അത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കുറച്ചുകൂടെ നമ്മുടെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ അറിയാലോ, പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, സൈനിങ്. ദെൻ ക്ലാസ് കഴിയുമ്പോൾ ഒരു സൈൻ ഔട്ട് കൂടി ഉണ്ട്. അത് എപ്പോഴും ചെയ്തവർ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ആരായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യേണ്ടത്. സോ ടീച്ചർ പറയാനോ ഒന്നും നോക്കണ്ട. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ പറയാറുണ്ട്, ഫസ്റ്റ് പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, സൈനിങ് ഞാൻ പറയാറുണ്ട്. പൊതുവെ ക്ലാസ് കണ്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് കേട്ടോ. ഇന്ന ആളുകൾ പ്രയർ ചൊല്ലാം, ഇന്ന ആൾ തോട്ട് ഓഫ് ദി ഡേ, എന്നൊക്കെ നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അല്ലാതെ ക്ലാസ്സിൽ കയറിയിട്ട് അയ്യോ ആളില്ലല്ലോ ഇയാളില്ലല്ലോ ഒന്ന് പറയാൻ നിൽക്കണ്ട. അതെല്ലാം നിങ്ങളെ ഹാൻഡിൽ ചെയ്യാം. ഒരു ലീഡർ ആയിട്ടോ നിങ്ങൾക്ക് ആരും വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട കാര്യമാണ് കേട്ടോ. കോഴ്സ് എത്ര നാളുണ്ടോ അത്രയും നാളെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അത് ഒരാൾ തന്നെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നിനും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരണം. എന്നും ഒന്നിങ്ങനെ മിണ്ടാതിരുന്നത് കാര്യമില്ല. ഓക്കെ അല്ലേ? പുറത്തോട്ട് വരണ്ടേ, നിങ്ങൾക്ക് സംസാരിക്കേണ്ട, ആക്റ്റീവ് ആവണ്ടേ. അതിന് വേണ്ടിയാണ് ഈ പ്രയറും തോട്ട് ഓഫ് ദി ഡേയും സൈനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യാട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും പരാതി പറയും, മിസ്സേ ആരും ചെയ്യുന്നില്ല മിസ്സേ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പൊതുവെ കണ്ടുവരുന്ന കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും കൂടിയാ പറയാനുള്ളത്, എല്ലാവരും ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നീയാണെങ്കിൽ ഞാൻ നാളെ ചെയ്യാട്ടോ എന്ന് പറയാം. അങ്ങനെ വേണം കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, എന്തോ ചോദിക്കാമെന്നല്ലാരോ? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഈ മോണ്ടിസോറി TTC കഴിഞ്ഞിട്ട് ഈ പ്രീ KG ക്ലാസ്സിലല്ലേ പഠിപ്പിക്കുന്നത്, LKG UKG ഒക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ കൂടുതലും കേഴ്സീവ് റൈറ്റിംഗിലാണല്ലോ ടീച്ചേഴ്സ് ഒക്കെ എഴുതി കൊടുത്തു വിടുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഈ കോഴ്സിലൂടെ നമ്മൾ ഈ കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ അറിയാത്തവര് എങ്ങനെ അത് പഠിക്കും, എങ്ങനെയാണ്? ഇപ്പോ നമ്മൾ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുട്ടികൾക്കാണ് പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ. ഫസ്റ്റ് ആസ് എ ടീച്ചർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ. ഇംഗ്ലീഷിലെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യം ഒരു പാട്ടാണ് ഗ്രാമർ. ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ ഇപ്പൊ പിള്ളേര് പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കുഞ്ഞു മക്കള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാമറിലാണ്. ആ ഗ്രാമർ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ പറ്റും. ആണോ? അത് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിങ് ചെയ്യണ്ടേ? ശരിയല്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങള് ഓരോ ഇംഗ്ലീഷ് വേർഡും പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മ ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉള്ളത്. ഫസ്റ്റ് ഗ്രാമർ ആണ്. ഗ്രാമർ എല്ലാ പോർഷനും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ഫോളോ ചെയ്താണ് പോവുക. ഓക്കെ, സോ ക്ലാസ്സിൽ അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം.
Then Okay, ma'am. okay അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കോട്ടോ, കംഫർട്ടബിൾ ആണോ, ക്ലിയർ ആണോ ചോദിച്ചു ശീലായി. ഓക്കെ, അപ്പൊ ക്ലാസ് ഓക്കെ ആണോ? Okay, ma'am. അപ്പൊ ഇന്ന് പ്രയറോ എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഇനി നാളെ വരുന്ന ടീച്ചർ പ്രയറോ അങ്ങനെ പറയാൻ കാത്തിരിക്കേണ്ട, നിങ്ങൾ തന്നെ ഞങ്ങളോട് പറയാം. ചിലപ്പോ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കട്ടോ. ഞാൻ അങ്ങനെയാണ് ക്ലാസ്സിൽ കയറിയത്, ഇനി അറിയില്ലാത്തതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ, അതായത് നാളെ ടീച്ചറിന് ക്ലാസ് ഉണ്ടെങ്കിൽ ഓക്കെ മാം പ്രയർ റെഡി ആണെന്ന് പറയണം കേട്ടോ. അവർ ഓക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നു പറയും. റെഡിയായി വന്നത് പ്രയറിന്, പക്ഷെ മാം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാത്തതുകൊണ്ടാട്ടോ. നിങ്ങളോട് അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഈ അടുത്ത ടീച്ചർ വരുമ്പോഴും ഈ കൺഫ്യൂഷൻ തന്നെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, മിസ്സേ പ്രയർ അപ്പൊ നിങ്ങൾ റെഡി ആണോ സെറ്റ് ആണോ എന്ന് പറയും. ഓക്കെ, അപ്പോ എല്ലാവരും ഓക്കെ ആണ്, സെറ്റ് ആണ്, ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു, കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് റൺ ടുഡേസ് ക്ലാസ്. ഓക്കെ, എന്തോ കേട്ടില്ല? സൈൻ ഔട്ടോ? ഓക്കെ, സൈൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ. ചെയ്തോളൂ. Never stop learning because life never stop teaching. കേട്ടില്ലല്ലോ ഞാനത്, മനസ്സിലായില്ല. ക്ലിയർ ആയില്ല? Never stop learning. ഓക്കെ, യാ ഇങ്ങനെ പറയണം കേട്ടോ. ഒരു തോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ബൈ എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പേരൊക്കെ പറയാം. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു കുറച്ച് നല്ല ആക്റ്റീവ് ആയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് സൈൻ ഔട്ട് പറയാം. ഓക്കെ, അങ്ങനെ വേണം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. Thank you, ma'am. Thank you, ma'am.